ഹലോ, വെൽക്കം ടു ബി ഫോർ യു. നമ്മൾ ഒരുപാട് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ മോട്ടിവേഷൻ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ എനിക്ക് ബോറടിക്കുന്നു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം ഒരു മോട്ടിവേഷൻ വീഡിയോ കാണും കേട്ടോ. അപ്പോൾ നമുക്കൊരു പഠിക്കാനുള്ള ഒരു എനർജി എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെയായിരിക്കും അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, PSC പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അറിയാം ഒരുപാട് സിലബസ് ഉണ്ട്. നമുക്ക് പഠിച്ചു തീരാൻ കഴിയാത്ത അത്രയ്ക്കും സിലബസ് ഉണ്ട് PSCക്ക്. അപ്പം നമ്മളത് ഓരോ ടോപ്പിക്കായിട്ട് പഠിച്ചു വരുമ്പോൾ നമുക്ക് ബോറടിക്കും. അതൊരു സ്വാഭാവികമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അതായത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ബോറടിക്കാണ്ട് നമുക്ക് ആ ഒരു PSCയുടെ സിലബസിനെ പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് എല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് വേണ്ട സിലബസിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം ഓരോ ആവശ്യമുള്ള ടോപ്പിക്കുകൾ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മുമ്പേ ഞാൻ ചെയ്ത വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ PSCയിലേക്ക് വരുമ്പോൾ എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി PSC എന്താണ്, എത്രത്തോളം പഠിക്കാനുണ്ട്, അതിന് കറക്റ്റായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്, എന്തൊക്കെയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ പഠനം തുടങ്ങിയ 1-2 മാസം ഞാൻ ജസ്റ്റ് ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണും. ആദ്യം ഞാൻ ഒരു ക്ലാസ് കാണും, ഒരു ടോപ്പിക്കിൻ്റെ ഒരു ക്ലാസ് കാണും. എന്നിട്ട് അതിൽ കൂടുതൽ അതായത് ഒരു വീഡിയോസ് തന്നെ ആയിരിക്കില്ല, പലരും ചെയ്ത ക്ലാസ്സുകൾ ഞാൻ ഇങ്ങനെ കാണും. എന്നിട്ട് ഒരു ക്ലാസ് കണ്ടതിൽ ഇല്ലാത്ത പോയിന്റ്സ് ഒക്കെ ഞാൻ അടുത്ത ക്ലാസ് കാണുമ്പോൾ അതിലുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എഴുതിയെടുത്തിട്ട്, അതായത് ഒരു മാസത്തോളമൊക്കെ ഓരോ ടോപ്പിക്കിന് ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചെറിയ ടോപ്പിക്കിന് തന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് 1 മാസം 2 മാസമൊക്കെ എടുക്കും കേട്ടോ. കാരണം എനിക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നിയ ഇഷ്ടമുള്ള സമയത്തൊക്കെ പഠിക്കുക, പിന്നെ ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ പഠിക്കുക, അങ്ങനെയൊക്കെ ആയി. ലാസ്റ്റ് LGSൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല സത്യത്തിൽ. അപ്പോൾ ഞാൻ പിന്നെയാണ് യൂട്യൂബൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സിലബസ് തന്നെ പ്രിൻ്റ് എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ പ്രിൻ്റ് എടുത്തപ്പോൾ ഞാൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ച് നോട്ട്സൊക്കെ ഉണ്ടാക്കി ഞാൻ. അപ്പോൾ അങ്ങനെ PSCക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് SCERT എന്ന് മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്തു, എനിക്കറിയാവുന്ന കുറച്ച് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഞാൻ SCERT ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലെല്ലാ SCERT ടെക്സ്റ്റ് ബുക്കൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ആകെ കിളി പോയ അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം ഇത് വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് നമ്മളെ കൊണ്ട്, അതായത് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് SCERT പഠിക്കലെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ കുറച്ച് വായിച്ചിട്ട് അന്നൊക്കെ എക്സാമിന് പോയതായിരുന്നു. പക്ഷേ ഇന്ന് SCERTന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് എനിക്ക് ആ ഒരു എൻ്റെ ആദ്യത്തെ എക്സാം എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ വാരി വലിച്ചിട്ടൊന്നും പഠിക്കണ്ടെന്നും എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് SCERT പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഏതാണെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് ഓരോ അതായത് അതിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഉള്ളൂ ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. SCERTയിലെ പോലെ വാരി വലിച്ചിട്ടൊന്നും
അതിൽ കൊടുത്തിട്ടില്ല. അപ്പം അത് നമുക്ക് എന്താണ് ടോപ്പിക്കുകൾ, അതായത് ഓരോ പോയിന്റ്സ് കാണുമ്പോഴും നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ SCERT വായിക്കുമ്പോൾ എനിക്ക് ബോറിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പെട്ടെന്ന് ഉറക്കം വരാനുള്ള ചാൻസ് കൂടുതലുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം ചില SCERT ചാപ്റ്റേഴ്സ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. അപ്പം അത് പഠിക്കാൻ നമുക്ക് നല്ല ഉന്മേഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഇഷ്ടമല്ലാത്ത ചാപ്റ്റേഴ്സ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോറിങ്ങും ആണ്, അതോടൊപ്പം തന്നെ ഉറക്കം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു SCERT ഇതാണ് നല്ലത്. ഇങ്ങനെ ടെക്സ്റ്റ് കണ്ടെത്തിയിട്ട് നമ്മൾ അതിന്ന് പഠിക്കുന്നതാണ് നല്ലത്. എന്നാലും നമുക്ക് ഇങ്ങനെ പഠിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഇത് പോസിബിൾ അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ടെക്സ്റ്റ് വാങ്ങിച്ചു. അത് നോക്കിയിട്ടാണ് ഞാൻ SCERT കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ SCERT ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ടെക്സ്റ്റ് നിന്നാണ് കേട്ടോ. പിന്നെ മാത്സ് ഒക്കെ ഞാൻ ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ടാണ് കേട്ടോ പഠിക്കുക. അതൊന്നും നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് അല്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെയാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക്കുകളും ജെറിൻ സാറിൻ്റെ ആണ് കേട്ടോ. ജെറിൻ സാറിൻ്റെ ക്ലാസ് കണ്ടിട്ട് ഞാൻ അങ്ങനെ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ ഇംഗ്ലീഷും അത് തന്നെയാണ് കേട്ടോ. ഞാൻ ജാഫർ സാറിൻ്റെ ക്ലാസ് കണ്ടിട്ടും പിന്നെ സോനൂസ് ഇൻസ്പയർ ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, അതും കണ്ടിട്ടൊക്കെയാണ് കേട്ടോ നോട്ട് എഴുതി വെക്കുക, സിലബസ് കംപ്ലീറ്റ് ചെയ്യുക ഇംഗ്ലീഷിൻ്റെ. പിന്നെ മലയാളം ഞാൻ റാങ്ക് ഫയൽ വെച്ചിട്ടാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിലോരോ ടോപ്പിക്കുകളിൽ വരുന്ന കാര്യങ്ങൾ ഓരോ ദിവസം ഞാൻ നോക്കും. പിന്നെ അതിലില്ലാത്ത ഗ്രാമർ പോർഷൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ക്ലാസ് കണ്ടിട്ട് നോട്ട് എഴുതിയിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇപ്പം നോട്ട്സുകളൊന്നും പഠിക്കാനുള്ള ആ ഒരു ടൈം കിട്ടാറില്ല കേട്ടോ. ഇപ്പം ഞാൻ മാക്സിമം ക്ലാസ് കേട്ടിട്ടാണ് പഠിക്കാറ്. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ പഠിക്കാൻ പറ്റുക ആ ഒരു രീതി നിങ്ങൾ തിരഞ്ഞെടുക്കണം കേട്ടോ. അല്ലാണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പം ഈ ഒരു രീതി തന്നെ നമുക്ക് ഫോളോ ചെയ്യാം, അങ്ങനെയല്ല. നിങ്ങൾ എല്ലാ രീതിയിലും ഒന്ന് പഠിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് ഏതായിരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം കേട്ടോ. മുന്നത്തെ വീഡിയോസിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ഈ വീട്ടമ്മമാർക്ക് അങ്ങനെ ടൈം നമുക്ക് കിട്ടില്ല. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടൈമിൽ എല്ലാം തീർക്കാനൊന്നും നമുക്ക് പറ്റില്ല. കാരണം എന്തെങ്കിലുമൊക്കെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ടൈമിന് അനുസരിച്ച് നമ്മൾ ഓരോ ടോപ്പിക്കുകളും റിവിഷൻ ആണെങ്കിൽ അത്, പഠിക്കാനാണെങ്കിൽ അത് അങ്ങനെ ചെയ്യുക കേട്ടോ. അല്ലാണ്ട് നമുക്ക് സമയം കിട്ടണില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല അല്ലേ. സമയം നമ്മൾ കാത്തു നിൽക്കില്ലല്ലോ, ഇല്ല. എക്സാമും അതുപോലെ തന്നെയാണ്, നമുക്കാണ് ആവശ്യം. അല്ലാണ്ട് നമ്മളുടെ ആവശ്യമായതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുക തന്നെ വേണം അല്ലേ. എന്നാലേ നമുക്ക് അതിനുള്ള ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പം എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവുമെങ്കിൽ ഇങ്ങനെയൊന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്